5 വർഷവും കേരളത്തിലെ കോൺഗ്രസിനെ, കേരളത്തിലെ UDF-നെ അതിൻ്റെ ക്യാപ്റ്റനായി നയിച്ചത് വി ഡി സതീശനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എത്രയെത്ര ഉപതെരഞ്ഞെടുപ്പുകളുണ്ടായി. അത് ഈ പറയുന്ന പാലക്കാടായാലും വയനാടായാലും ഈ പറയുന്ന പുതുപ്പള്ളി ആയാലും ഈ പറയുന്ന തൃക്കാക്കരി ആയാലും അതിലൊക്കെ മുന്നിൽ നിന്ന് നയിച്ചത് ഈ പറയുന്ന വി ഡി സതീശനാണ്. അങ്ങനെ ഒരാൾ സ്വാഭാവികമായി അതേ വി ഡി സതീശൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും UDF-നെയും കോൺഗ്രസിനെയും നയിച്ചത്. നമ്മുടെ നാട്ടിൽ പറയില്ലേ, ഈ വിറക് വെട്ടാനും വെള്ളം കോരാനും ഒരാൾ, അതിനുശേഷം അതിൻ്റെ ഫലമെടുക്കാൻ വേറൊരാൾ. അങ്ങനെ ഒരു രീതിയിലാണ് KC വേണുഗോപാൽ ഇവിടേക്ക് വന്നിറങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായും അത് കോൺഗ്രസിൻ്റെ സ്ഥിര ശൈലിയാണ്. നമ്മൾ സാറിന് പറയില്ലേ പട്ടിയുടെ പാൽ എത്ര കാലം കുഴലിലിട്ടാലും മാറ്റം ഉണ്ടായില്ലെന്ന്. കോൺഗ്രസ് എത്രയോ കാലമായി ഇത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ പറയുന്നു, എനിക്ക് വി ഡി സതീശനോ KC വേണുഗോപാലെന്നോ യാതൊരു വ്യത്യാസവും ഇല്ല. എനിക്ക് ഈ രണ്ടുപേരെയും പരിചയമുള്ള ആളുകളാണ്. രമേശ് ചെന്നിത്തലയെയും അറിയാം. പക്ഷെ ഞാൻ പറയുന്നു, ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചതും കേരളത്തിലെ UDF-നെ നയിച്ചതും അതിനെ മുന്നിൽ നയിച്ചതും ഈ പോരാട്ടം നടത്തിയതും ഒക്കെ തന്നെ വി ഡി സതീശനാണ്. രണ്ടാമത്തെ മെയ് 4-ന് റിസൾട്ട് വന്നു കഴിയുമ്പോൾ, UDF സർക്കാർ അധികാരത്തിൽ എത്തിക്കഴിയുമ്പോൾ ആര് മുഖ്യമന്ത്രി എന്നുള്ളത് ഒരു ചോദ്യമേ അല്ല, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം പ്രസക്തമേ അല്ല എന്നുള്ളതാ. കാരണം അവിടെ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ പേര് മാത്രം മതി. കാരണം 2026 ഏപ്രിൽ 9-ന് നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം UDF-ന് അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ, ജനവിധി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് 2021 മുതൽ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരിക്കുന്ന വി ഡി സതീശൻ മാത്രമാണ്. അല്ലേ? 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്ന് തികഞ്ഞ പരാജയമായ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം പ്രതിപക്ഷ നേതാവ് 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്ന വ്യക്തി പരാജയമായതിൻ്റെ കാരണം മാത്രം ഒന്നുകൊണ്ട്, ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് പിണറായി വിജയന് 2ാം ഊഴം ലഭിച്ചത്. ആ ഒരൊറ്റ കാരണം, അല്ലാതെ പിണറായി വിജയൻ വലിയ മഹാനായതുകൊണ്ടോ പിണറായി വിജയൻ്റെ വലിയ ഭരണ നേട്ടങ്ങൾ ഉണ്ടായതുകൊണ്ടോ ഒന്നുമല്ല. അന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരുന്ന വ്യക്തി പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അയാൾ പരാജയമായിരുന്നു. ഞാനിപ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിനെയോ അയാളുടെ പ്രവർത്തികളെയോ ഒന്നും വില കുറച്ച് കാണിക്കുകയോ ചെറുതാക്കി കാണിക്കുകയോ അല്ല. മറിച്ച് 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ രമേശ് ചെന്നിത്തല തികഞ്ഞ പരാജയമായിരുന്നു എന്ന് മാത്രമല്ല, ആ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരുന്ന് പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് പിണറായി വിജയന് 2ാം ഊഴവും ലഭിച്ചു. മാത്രവുമല്ല, അതോടുകൂടി പാർട്ടി തകർന്ന് തരിപ്പണമായി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. അങ്ങനെ വട്ടപൂജ്യമായി നിൽക്കുന്ന പാർട്ടിയെയാണ് വി ഡി സതീശൻ്റെ കൈകളിൽ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഏപ്രിൽ 9-ന് നടന്ന ജനവിധി, ആ ജനവിധി ഉണ്ടായത് 2021 മുതൽ 2026 വരെയുള്ള 5 വർഷക്കാലത്തെ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിൻ്റെ പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളും ഏകോപനവും ഒക്കെ കൂടി ചേർന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരേ ഒരു പേര് വി ഡി സതീശൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് 1000 തവണ, വീണ്ടും ആവർത്തിക്കുന്നു. കാരണം മറ്റുള്ള പേരുകളിലേക്ക് പോവരുത്, മറ്റുള്ള പേരുകളിലേക്ക് ചർച്ചകൾ വഴിമാറരുത്. ഒരൊറ്റ ആള്. കാരണം ഈ പാർട്ടിയെയും പ്രതിപക്ഷത്തെയും ഒരുമിച്ച് കൊണ്ടുപോയി കൃത്യമായ പദ്ധതികളിലൂടെ, കൃത്യമായ ഇടപെടലുകളിലൂടെ ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിച്ച വ്യക്തി വി ഡി സതീശൻ. ജനം വോട്ട് ചെയ്തത് വി ഡി സതീശന്, ജനം വോട്ട് ചെയ്തത് വി ഡിയുടെ നിലപാടുകൾക്ക്, ജനം വോട്ട് ചെയ്തത് വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ. കോൺഗ്രസിന് കൈമോശം വന്നു പോയ പല വിഭാഗം ആളുകളെയും 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ
പല വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്താൻ, കൂടെ നിർത്താൻ, അവരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ, അവരെ UDF-മായി അടുപ്പിക്കാൻ VD സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏപ്രിൽ 9 അന്ന് നടന്ന കാര്യമല്ല. അത് ഒരു വലിയ ടൈം എടുത്ത് 2021 മുതൽ 26 വരെയുള്ള 5 വർഷത്തെ പണിയുടെ ഫലമാണ് ഏപ്രിൽ 9 നമ്മൾ കണ്ടത്. മനസ്സിലായില്ലേ? പല 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 ഘട്ടങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, പല സിറ്റുവേഷനുകളിൽ, പല വിഷയങ്ങളിൽ ഈ പറയുന്ന UDF-നെ കൈയൊഴിഞ്ഞ പല ആളുകളും UDF-ന്റെ കൂടെ നിന്നു. പക്ഷേ 2016 മുതൽ 21 വരെയുള്ള കാലയളവിൽ UDF-നെ കൈയൊഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവരെ UDF വിട്ടുപോയ ആളുകൾ, UDF-നുള്ള പിന്തുണ പിൻവലിച്ച ആളുകൾ, ഇവരെയൊക്കെ ഈ പറയുന്ന 2021 മുതൽ 26 വരെയുള്ള 5 വർഷക്കാലം, അതായത് വടശ്ശേരി ദാമോദരൻ സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് പണിയെടുത്ത് ഇവരെയൊക്കെ തിരിച്ചെത്തിച്ചു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന 5 വർഷക്കാലം കേരളത്തിലുടന നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ അത്രയും തന്ത്രങ്ങൾ മെനഞ്ഞതും മുന്നിൽ നിന്ന് നയിച്ചതും വിജയത്തിലേക്ക് എത്തിച്ചതും VD എന്ന് പറയുന്ന ആള്. അത് പല ഘട്ടങ്ങളിൽ, പലയിടങ്ങളിൽ. പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കിയത്, തൃക്കാക്കരയിലെ ഉമാ തോമസിന് ലഭിച്ച വിജയം, പുതുപ്പള്ളിയിലെ റെക്കോർഡ് ഭൂരിപക്ഷം, നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം. നിലമ്പൂരിലെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാണ്. VD-യുടെ നിലപാടിന് കിട്ടിയ വോട്ടാ. PV അൻവർ CPM-ൽ നിന്ന് രാജിവെക്കുന്നു, MLA സ്ഥാനം രാജിവെക്കുന്നു, UDF-നെ പിന്തുണക്കാമെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് വരുന്നു, PV അൻവർ VS ജോയിയുടെ പേര് പറയുന്നു, ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നൽകരുതെന്ന് പറയുന്നു. അപ്പോഴൊക്കെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ പേരിൽ ഉറച്ചു നിന്നത് സതീശനായിരുന്നു. പല കളികളുണ്ട് കേട്ടോ. അതുപോലെ ഇതിലൊക്കെ ഉപരി അയാളുടെ നിലപാടുകൾ, VD എന്ന് പറയുന്ന മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ, ഇതിനൊക്കെ അപ്പുറം മറ്റൊന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്നിട്ട് സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി പ്രവർത്തിച്ചത് കേരളത്തിൻ്റെ ഭരണാധികാരിയെ പോലെ. പ്രതിപക്ഷ നേതാവിന് ജനാധിപത്യത്തിൽ റോൾ ഉണ്ടെങ്കിലും അയാൾക്ക് പ്ലാനുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അധികാരം എവിടെയുമില്ല. അവിടെയാണ് വളരെ കൃത്യമായി ഈ നമ്മുടെ കേരളം, മലയാളി നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നു, അതിനുള്ള സൊല്യൂഷനുകളും കണ്ടുപിടിക്കുന്നു. ഒരു നേതാവും ഇന്ന് വരെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്നിട്ട് ഇന്നീ നിമിഷം വരെ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത്? പ്രോബ്ലം മാത്രം, പ്രശ്നങ്ങൾ മാത്രം എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട്. ആർക്കും സൊല്യൂഷനുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ VD-ക്ക് അങ്ങനെയല്ലായിരുന്നു. VD-ക്ക് ആരോഗ്യ മേഖലയെക്കുറിച്ച്, വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച്, വിലക്കയറ്റത്തെക്കുറിച്ച്, സാധാരണക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച്, ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനെക്കുറിച്ച്, ഇവിടുത്തെ യുവജനങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, മൈഗ്രേഷനെക്കുറിച്ച്, വയോധികരെക്കുറിച്ച്, എല്ലാ മേഖലയിലെക്കുറിച്ചും വളരെ കൃത്യമായി പഠനം നടത്തി ആദ്യം പ്രശ്നം എന്താണെന്ന് കണ്ടു. അവിടെ നിർത്തിയോ? അവിടെ നിർത്തിയില്ല. അടുത്ത സ്റ്റെപ്പ് എന്താണ് സൊല്യൂഷൻ? എക്സ്പേർട്ടുകൾ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, യുവജനങ്ങൾക്കിടയിൽ, ഇൻഡസ്ട്രിയൽ മേഖലകളിൽ, ബിസിനസ് മേഖലകളിൽ, തൊഴിൽ മേഖലകളിൽ, എല്ലാ മേഖലകളിലുമായിട്ടുള്ള എക്സ്പേർട്ടുകളുമായിട്ട് സംവദിക്കുന്നു, സൊല്യൂഷൻ കണ്ടെത്തുന്നു, വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നു, സൊല്യൂഷൻ കണ്ടെത്തുന്നു. അങ്ങനെ ഒരു പ്ലാൻ B സജ്ജമാക്കിയിട്ടാണ് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ VD സതീശൻ ഇറങ്ങി പുറപ്പെട്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏപ്രിൽ 9-നുണ്ടായ ഇമ്പാക്റ്റ് അതുണ്ടാക്കിയെടുത്തത് VD-യാ, അതുണ്ടാക്കിയെടുത്തത് സതീശനാ, അതുണ്ടാക്കിയെടുത്തത് വടശ്ശേരി ദാമോദരൻ സതീശനാ. അതങ്ങനെ അങ്ങ് മാറ്റി നിർത്താൻ പറ്റില്ല ആരും. ഞാൻ പറയുന്നത്, ഇപ്പം അർഹതയുള്ളവർ എല്ലാവരും, ഒരുപാട് ആളുകളുണ്ട്. ഇവരൊന്നും അർഹതയില്ലാത്തവരാണ് എന്നുള്ള വാദമൊന്നുമല്ല, അല്ലെങ്കിൽ ഇവരൊന്നും കൊള്ളില്ലാത്തവരാണെന്നുള്ള വാദങ്ങളില്ല, അല്ലെങ്കിൽ ഇവരൊക്കെ ചെറുതാണ് എന്നുള്ള വാദങ്ങളല്ല. പക്ഷേ ഒന്നിലേറെ അർഹതപ്പെട്ടവരുണ്ടാകുമ്പോൾ,
അവിടെ എന്താണ് ഏറ്റവും ബെസ്റ്റ്, ദ ബെറ്റർ പേഴ്സൺ, ദ ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന VD മാത്രമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. കൂട്ടത്തിൽ പണിയെടുത്തവൻ ആരാ? പണിയെടുത്തവന്, അധ്വാനത്തിന്, വിയർപ്പൊഴുക്കിയതിന്, അയാളുടെ കാഴ്ചപ്പാടുകൾക്ക്, അയാളുടെ നിലപാടുകൾക്ക്, ഇതിനൊക്കെയാണ് മാർക്ക്. അപ്പോൾ കൂലി കിട്ടേണ്ടത് പണിയെടുത്തവന്, കൂലി കിട്ടേണ്ടത് വിയർപ്പ് കൂടുതൽ ഒഴുക്കിയവന്, കൂലി കിട്ടേണ്ടത് ഏറ്റവും നന്നായിട്ട് അധ്വാനിച്ചവന്, കൂലി കിട്ടേണ്ടത് ഏറ്റവും ബെസ്റ്റ് പ്ലാനിന്, ഏറ്റവും നല്ല ഒരു എഫിഷ്യൻ്റ് ഇംപ്ലിമെൻറ്റേഷൻ, എക്സിക്യൂഷൻ, അതിനാണ് കൂലി കൊടുക്കേണ്ടത്, അതിനാണ് റെമ്യൂണറേഷൻ, അതിനാണ് പ്രതിഫലം, അതാണ് നേതാവ്, അതിനാണ് നേതൃത്വം, അതായിരിക്കണം ഡിസിഷൻ എന്ന് പറയുന്നത്. VD മാത്രമാണ് അർഹതപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ്, കൂട്ടത്തിൽ ഏറ്റവും അർഹതപ്പെട്ടവൻ, ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ളവൻ. എല്ലാവർക്കും അർഹതയുണ്ട്. പക്ഷേ കമ്പാരറ്റീവ്ലി എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് VD ഏറ്റവും ബെസ്റ്റ് ആവുന്നു എന്നതിനുള്ള ഉദാഹരണം. കാരണം തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നപ്പോഴോ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷമോ കളത്തിലിറങ്ങിയവരല്ല, മറിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം ഇതിനു വേണ്ടി പണിയെടുത്തവൻ, അവനാണ് അർഹതപ്പെട്ടവൻ, അവനുള്ളതാണ് കസേര. VDക്കാണ് കസേര. VDയാണ് കേരളത്തെ നയിക്കേണ്ടത്, പാർട്ടിയെയും നയിക്കേണ്ടത് VD തന്നെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ.